ഇന്ന് ക്യാമ്പ് സ്റ്റേ ആണ്. അപ്പോൾ രാവിലെ തന്നെ കടയിൽ കയറി കോളേജിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. എന്തായാലും ഇവിടെ ക്യാമ്പിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണ്. വലിച്ചു നീട്ടാതെ കാര്യം പറയാമെന്നൊരു ബോർഡ് അവിടെ വെച്ചിരുന്നു. പിന്നെ ഉദ്ഘാടന സമയത്ത് എല്ലാവരും എടുത്തു പറയുന്നത് ആ ബോർഡിനെ പറ്റിയാണ്. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ക്യാമ്പാണ്. അങ്ങനെ അവസാനം നന്ദിയും പറഞ്ഞ് ആ ഒരു പരിപാടി അവസാനിച്ചു. ഇവിടെ ഒരു പുള്ളിക്കാരനാണെങ്കിൽ ക്യാമ്പ് തുടങ്ങുന്നതിന് മുമ്പ് വെള്ളം കൂടിയാണ്. എന്തായാലും ഞങ്ങളെ റൂം ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ തണൽ മരച്ചുവട്ടിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. എല്ലാവരും നല്ല ഫുഡ് അടിയിലാണ്. വിശന്നാൽ പിന്നെ ഭക്ഷണം കഴിക്കണ്ടേ, അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ നടന്ന കലാപരിപാടി എന്ന് പറയുന്നത് പാല് കാച്ചലും ആ കാച്ചിയ പാല് വെച്ച് പായസം ഉണ്ടാക്കലുമായിരുന്നു. ഇത് തുടങ്ങിയിട്ട് കുറച്ചു നേരമായി, എപ്പോൾ തീരുമെന്ന് ആർക്കറിയാം. അങ്ങനെ എന്തായാലും പ്രിൻസി അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. അതിനിടക്കാണ് നമ്മുടെ സ്വന്തം ഹംസക്കാനെ കാണുന്നത്. പുള്ളി എപ്പോഴും ഹാപ്പിയാണ്. ഇവിടെ കുറച്ച് പേര് പാല് കാച്ചുന്ന തിരക്കിലാണ്. പ്രിൻസി ആണെങ്കിൽ സേമിയ മിക്സ് ചെയ്യുന്ന തിരക്കിലാണ്. അതിനിടയ്ക്ക് ഇവിടെ ഇറച്ചിയൊക്കെ കഴിക്കുന്നുണ്ട്. ഈ പുള്ളിക്കാരനുള്ളത് കൊണ്ട് പിന്നെ ഇറച്ചി കഴിക്കാനൊന്നും ആളെ വേറെ തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരിവിടെ എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് സാർ അവിടെ. എന്തായാലും ക്യാമ്പിന് ഞങ്ങളിട്ട പേര് ഈശോനി എന്നാണ്. കളറായിക്കോ അല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പൂട്ട് പൊളിക്കാൻ സാറിനേക്കാൾ വലിയ വിദഗ്ധൻ വേറെയില്ല. പായസം അങ്ങനെ സെറ്റായി. ആദ്യം തന്നെ വന്നത് സാറാണ്. സാറില്ലാണ്ട് എന്താ ആഘോഷം. ഈ സ്പൂണ് നിങ്ങൾ ശ്രദ്ധിച്ചോ? വളഞ്ഞ സ്പൂണിൽ കുടിച്ചാൽ എന്തോ പ്രത്യേകത ഉണ്ടെന്നാണ് ഈ പുള്ളിക്കാരിയുടെ വിചാരം. എന്തായാലും കടായിക്കുള്ള ചിക്കൻ അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇനി കേടാവാതെ കിട്ടിയാൽ ഭാഗ്യം. അങ്ങനെ അടുപ്പത്തുള്ള ചിക്കൻ ഇളക്കി. അതിനിടക്കാണ് മോക്ക് പാർലമെന്റ് എന്ന് പറഞ്ഞ് പാർലമെന്റ് യോഗം പോലെ ഒരു ചെറിയ പരിപാടി ഇവിടെ നടത്തിയത്. ഈ പുള്ളിക്കാരൻ എന്ത് പാർലമെന്റ്, ഇങ്ങനെ ഏതോ സ്വപ്നലോകത്താണ്. എന്തായാലും പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. അതിനിടക്കാണ് ഈ കാഴ്ച കാണുന്നത്. പച്ചമാങ്ങ കിട്ടിയാൽ പിന്നെ നമുക്ക് ആഘോഷമല്ലേ. എന്തായാലും ഈ പരിപാടികൾക്കിടക്കും ചെറിയ ചെറിയ പണികളൊക്കെ ഞങ്ങളും ചെയ്യാറുണ്ട്. കുറച്ച് വിറക് കിട്ടിയപ്പോൾ അത് ഒതുക്കി വെക്കുന്ന തിരക്കിലാണ് എല്ലാവരും. അങ്ങനെ രാത്രിയത്തെ ഫുഡ് അടി കഴിഞ്ഞ് പാത്രം കഴിക്കാനുള്ള പുറപ്പാടിലാണ് ഈ പുള്ളിക്കാരി. മറ്റാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സാറിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. ഇന്നത്തെ ക്യാമ്പ് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.